ഹലോ, നമസ്കാരം. എൻ്റെ പേര് ജംഷീർ. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക് എന്നൊരു മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഹിസ്റ്ററി, +2 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഷ്ടികകൾ, കന്മണികൾ, അതുപോലെ തന്നെ അസ്ഥികൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുക. ഓക്കെ, ചാനൽ കാണുന്നവർ ഫോളോ ചെയ്ത് കാണുക. കാരണം ഇനി ബാക്കി വീഡിയോസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണെങ്കിലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിലെ ഒന്ന് ഹാരപ്പൻ സിവിലൈസേഷനിലെ നഗരാസൂത്രണമാണ്. നമ്മൾ ഇത് പറയുന്നതിന് മുൻപേ ഒരു ഡൗട്ട് ക്ലിയർ ഉണ്ടായിട്ടുണ്ട്. ഹാരപ്പൻ സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം, ഇതൊക്കെ രണ്ടും വ്യത്യസ്തമാണോ? ശരിക്കും ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം ആ ഒരു ഡൗട്ട് തീർക്കണം. ഇതൊക്കെ ഒന്ന് തന്നെയാണ്, ഇത് രണ്ടും രണ്ടല്ല. ഓക്കെ, സിന്ധു നദീതട സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ ഖനനം നടന്നത് ഹാരപ്പയിലാണ്. അതൊരു സ്ഥലമാണ്. ഓക്കെ, ആ ഹാരപ്പയിൽ ഏറ്റവും കൂടുതൽ ഖനനം നടന്നു. ഏറ്റവും ആദ്യം ഖനനം നടന്നതും അവിടെ തന്നെയാണ്. ഈ 2 കാരണം കൊണ്ടുകൂടിയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളൊരു പേര് ഇതിന് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോ സിന്ധു നദീതട സംസ്കാരവും ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരവും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി ഇതിൽ എന്താണ് മോഹൻജദാരോ? അതിൽ മറ്റൊരു സംസ്കാരമാണോ ഡൗട്ട് ഉണ്ടാവും. അല്ല, ഈ ഹാരപ്പൻ കണ്ടുപിടുത്തം ഉണ്ടല്ലോ, ഹാരപ്പൻ ഖനനം, അല്ലെങ്കിൽ ഹാരപ്പയിലുള്ള ആ ഒരു ആദിമ മനുഷ്യരെ കുറിച്ച്, അവരുടെ പല കരകൗശലങ്ങളെ കുറിച്ച് കണ്ടെത്തലുകൾ, അങ്ങനെ കണ്ടെത്തിയപ്പോൾ അവർ ഏറ്റവും വലിയ നഗരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ആ നഗരമാണ് മോഹൻജദാരോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നഗരത്തിൽ നമ്മൾ പ്രത്യേകം കുളിപ്പുരയെ കുറിച്ച് പറയുന്നുണ്ട്, ധാന്യപ്പുരയെ കുറിച്ച് പറയുന്നുണ്ട്. നഗരത്തെ 2 പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. കീഴ്പട്ടണം, മറ്റൊന്ന് കോട്ട. ഈ കോട്ടയും കീഴ്പട്ടണവും മതിലുകളായി തിരിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇതിലുണ്ടായിരുന്ന, കോട്ടയിൽ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം പൊതു ബിൽഡിങ്ങുകളായിരുന്നു. അതായിരുന്നു ധാന്യപ്പുര, വലിയ കുളിപ്പുര, പൊതുവായിട്ടൊരു കുളം എന്നൊക്കെ പറഞ്ഞത്. ഈ ധാന്യപ്പുരക്ക് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അടിഭാഗം മുഴുവനും ഇഷ്ടിക കൊണ്ട് പാകിയിരുന്നു, മേൽഭാഗം മരമായിരുന്നു. പിന്നെ ധാന്യപ്പുര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് വരുന്ന ഒന്നാണ്, അവിടെ സൂക്ഷിക്കുക ധാന്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുളിപ്പുരക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അഴുക്കുചാൽ വെള്ളം പോകാൻ, അഴുക്ക് വെള്ളം പോകാൻ പ്രത്യേക സംവിധാനം, അതുപോലെ തന്നെ കുളം വൃത്തിയാക്കാൻ സംവിധാനം, അതിൽ കുളത്തിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള സ്റ്റെപ്പുകൾ, 4 ഭാഗത്തു നിന്ന് വരാനുള്ള വഴികൾ, അതുപോലെ തന്നെ കുളത്തിന്റെ അടുത്ത് തന്നെ കുളിപ്പുര ഒക്കെ ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊന്നാണ് കീഴ്പട്ടണം. ഇതിൽ പറയുന്ന ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് കീഴ്പട്ടണം. വേറൊന്നാണ് അവരുടെ അഴുക്കുചാൽ സംവിധാനം. പല സമയങ്ങളിലും അഴുക്കുചാൽ സംവിധാനം മാത്രമായിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ ഹാരപ്പൻ സിവിലൈസേഷന്റെ നഗരാസൂത്രണം, ടൗൺ പ്ലാനിങ് ചോദിച്ചാലും, ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിച്ചാലും, അതുപോലെ തന്നെ മോഹൻജദാരോ നഗരത്തെ കുറിച്ച് എഴുതാൻ വേണ്ടി പറഞ്ഞാലും, സിന്ധു നദീതട സംസ്കാരത്തിന്റെ കൾച്ചറിന്റെ ആ ഒരു നഗര ആസൂത്രണത്തെ കുറിച്ച് ചോദിച്ചാലും ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒന്നാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. ഒന്ന്, 2ആയി തരംതിരിച്ചിരുന്നുള്ള കാര്യം, അത് കീഴ്പട്ടണം, അതുപോലെ തന്നെ കോട്ട. മറ്റൊന്ന്, കോട്ടയിൽ ഉണ്ടായിരുന്നത് വലിയ കുളിപ്പുര, അതുപോലെ തന്നെ വലിയ കുളം, ധാന്യപ്പുര എന്നിവയായിരുന്നു. പിന്നീട് കീഴ്പട്ടണത്തെ കുറിച്ച് എഴുതണം. അതുപോലെ തന്നെ അവരുടെ അഴുക്കുചാൽ സംവിധാനത്തെ കുറിച്ചും എഴുതി കഴിഞ്ഞാൽ ഇത് മാർക്കാവും. പല സമയങ്ങളിലും അഴുക്കുചാൽ സംവിധാനം മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. കാരണം അഴുക്കുചാൽ സംവിധാനം അത്രത്തോളം സുശക്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഹാരപ്പൻ സിവിലൈസേഷനിലെ, ഇല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അഥവാ 1ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഓക്കെ, അത് ടൗൺ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടായിരിക്കും ചോദിക്കുക. ഇനി 2ാമത് ഇതിൽ നിന്ന് വരുന്ന, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നത് എങ്ങനെയാണ്? അവരുടെ തകർച്ചക്ക് എന്തെല്ലാമാണ് കാരണമായെന്ന് പലപ്പോഴും ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പം
അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു 5-6 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് അവരുടെ കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ചാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ കാലാവസ്ഥ വ്യതിയാനമാണ്. കാലാവസ്ഥ വ്യതിയാനം നമ്മളെ നശിപ്പിക്കും. എങ്ങനെ? ഇപ്പൊ നോക്കൂ നിങ്ങള്, വെറും മഴ മാത്രമേ ഉള്ളൂ, വെയിലൊന്നുമില്ല, നമ്മൾ നശിക്കൂലേ? ഇനി നേരെ തിരിച്ചാണെങ്കിലോ, വെറും വെയിലും മാത്രം, മഴയില്ല, നമ്മൾ വെള്ളം കിട്ടാതെ നശിച്ചു പോകും. കാലാവസ്ഥ എപ്പോഴും ജനജീവിതത്തിന് പറ്റുന്ന രീതിയിലാവണം, അപ്പോഴേ പറ്റുള്ളൂ. അതിൽ നിന്ന് മാറിയിട്ട് കാലാവസ്ഥ പല വ്യതിയാനങ്ങൾ മാറ്റം സംഭവിച്ചു, ഹാരപ്പൻ ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയതായിരിക്കാം അവരുടെ നാശത്തിന് കാരണമെന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ പറഞ്ഞത് വനനശീകരണം അവരുടെ നാശത്തിന് കാരണമായി എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, ജപ്പാനൊക്കെ എപ്പോഴും ഭയക്കുന്ന ഒന്നാണ് ഭൂകമ്പം. ജപ്പാനിലൊക്കെ എപ്പോഴും സംഭവിക്കാറുണ്ട്. ഭൂകമ്പം എന്ന് പറഞ്ഞാൽ അറിയില്ലേ എന്താണ്? ഒന്നിങ്ങനെ ജർക്ക് ചെയ്യാ ഭൂമി. ഇപ്പോ നമ്മൾ 2 ചുമലിലും ആളെ കയറ്റിരുത്തിയിട്ടുണ്ട്, എന്നിട്ട് നമ്മളൊന്നും ഇങ്ങനെ ജർക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക? അവര് താഴെ വീഴൂലേ? അതുപോലെ തന്നെ ഭൂമി ഒന്നിങ്ങനെ ജർക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഭൂകമ്പം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഇതിൽ പറയുന്ന മറ്റൊന്ന് ആര്യന്മാരുടെ കടന്നുവരവാണ്. പല പണ്ഡിതന്മാരും ഈ ആര്യന്മാരുടെ കടന്നുവരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അഫ്ഗാനിസ്ഥാൻ വഴി വന്ന മറ്റൊരു ജനവിഭാഗമാണ്. അവർ ഇന്ത്യയിൽ വരികയും ഇന്ത്യയിലെ ഈ ഹാരപ്പൻ സിവിലൈസേഷനിൽപ്പെട്ട ജനങ്ങളെ കൊള്ളയടിക്കുകയും അവരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കുകയും അങ്ങനെ അവരെ കൊന്നുകളയുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നു പോയെന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഇനി വേറെ ഒന്ന്, സിന്ധു നദി ഗതിമാറി ഒഴുകിയ കേസാണ്. അങ്ങനെ ഗതിമാറി ഒഴുകുമോ? ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞിട്ടെ, വയനാട് നമ്മുടെ ചുരൽമലയിൽ അന്ന് ആ ഉരുൾപൊട്ടൽ സംഭവിച്ച സമയത്ത് ആ പുഴ ഗതിമാറി ഒഴുകിയില്ലേ? ഗതിമാറി ഒഴുകിയത് എങ്ങനെയാ സ്കൂളൊക്കെ പോയത്? അത് ഗതിമാറി ഒഴുകിയതുകൊണ്ടാ ആ സ്കൂളൊക്കെ അങ്ങനെ നശിച്ചു പോയത്. അപ്പം പുഴ ഗതിമാറി ഒഴുകും, നാശനഷ്ടങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ കവളപ്പാറ ഉരുൾപൊട്ടൽ നടന്ന സമയത്ത് പുഴയേ ഇല്ലാത്തൊരു സ്ഥലത്തിലൂടെ ഇന്നും പുഴയുടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായി കൂടിയാണ്. മറ്റൊരു സ്ഥലം വഴി പുഴ വളഞ്ഞിങ്ങോട്ട് വന്ന് വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് അത് പുഴയാണ്. അപ്പോ നദിയൊക്കെ ഗതിമാറി ഒഴുകി കഴിഞ്ഞാല് ആ നഷ്ടങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോ ഇങ്ങനെ നദി ഗതിമാറി ഒഴുകിയതും ഇതുപോലെ ഒരു കാരണമായിട്ട് ഹാരപ്പൻ സിവിലൈസേഷൻ തകരാനുള്ള കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞ 1-ാം ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒന്ന്, ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരത്തിന്റെ ടൗൺ പ്ലാനിങ് ആണ് 1-ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതിൽ നിന്നായിരിക്കും. 2, ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെ തകർന്നു, എങ്ങനെ നാമവിശേഷമായി പോയി എന്നുള്ള ചോദ്യം ഉണ്ടാവും. ഈ 2 ചോദ്യത്തിൽ വളരെ റെലവെന്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇത് രണ്ടും നിങ്ങൾ പഠിച്ചിട്ട് എക്സാമിന് പോകാൻ പാടുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. വീഡിയോ ഫുള്ളായിട്ട് കാണണം നിങ്ങൾ. അതുപോലെ തന്നെ ഈ വർഷം +2 എഴുതുന്നവരും കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞ് ചെറിയ മാർക്ക് ഹിസ്റ്ററി പോയവർക്കും ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടിനും ചോദിക്കാൻ ഞാൻ തൊട്ടതായ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഷോർട്ട് നോട്ട് ഉണ്ട് നമ്മുടെ കയ്യിൽ, അത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ പേയ്മെന്റ് ആണെന്ന് വിചാരിക്കേണ്ട. പരമാവധി ആരും ഹിസ്റ്ററിയിൽ പരാജയപ്പെടരുത് എന്നൊരു ദൃഢനിശ്ചയത്തോടു കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. മറ്റൊന്നുമില്ല, ഇതിന്റെ ബാക്കിൽ വേറൊരു ഉദ്ദേശമില്ല. കഴിഞ്ഞുപോയ ഒരുപാട് കുട്ടികൾ ഹിസ്റ്ററിയിൽ പരാജയപ്പെട്ടവരൊക്കെ നിരന്തരമായിട്ട് വിളിച്ച് ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പം അത് ഈ രീതിയിലായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇങ്ങനൊരു ക്ലാസ് ആക്കി ഇത് മാറ്റിയത്. അപ്പോ പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഈ സമയത്ത് അറിയിക്കുകയാണ്. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാനും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക്. താങ്ക് യു.